പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സുഹൃത്തുക്കളെ, ഈ എൻ്റെ ക്ലാസ്സിൽ മുന്നേ ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമാണ്, എനിക്ക് പ്രസംഗിക്കാൻ പടച്ചോൻ സഹായിച്ച് അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല. പക്ഷേ കുറച്ചൊക്കെ പാട്ടാടാൻ അറിയാം, അതൊരു സത്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ നിന്നുകാണ്ട് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ കുത്തിർന്നുകാണ്ട് പാട്ട് പാടിയാൽ ഒന്നാമത്തെ പാട്ട് നിങ്ങൾ ചിലപ്പോൾ ക്ഷമയോടെ കേട്ടിക്കും, രണ്ടാമത്തെ പാട്ട് പാടുമ്പോൾ നിങ്ങൾ തുടങ്ങും, എന്താ അല്ലേ ഒരു ചങ്ങായി പരപ്പനങ്ങാടി നിന്ന് പാട്ടാടാൻ വന്നാണ് കേട്ട്. ആ തന്നെ കണ്ട, ഉറപ്പല്ലേ? അപ്പൊ എനിക്ക് ആകെ അറിയുന്ന സംഗതിയെ വർത്താനം പറയാന്നുള്ള. അപ്പൊ കുറച്ച് സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം. അതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. അതായത് കാണുന്ന ആൾക്കാരും കാണാത്ത ആളുകളും നമ്മളുടെ ഈ വേദിയിലുണ്ട്. അപ്പൊ കാണുന്ന ആൾക്കാരോടുള്ള ചോദ്യമാണ്, കാണുന്ന ആൾക്കാരോടുള്ള ഒരു ചോദ്യം. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, പക്ഷെ നിങ്ങൾ ആൻസർ പറയണോ. ആൻസർ പറയണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്നത് പറയണോ. ഞാൻ പറഞ്ഞ ആ കണ്ണാണാത്ത ആൾക്ക് എന്തേ തോന്നുവോ? ആ സാധനമൊന്നും വേണ്ട. നമ്മൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയാണ്. കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയാണ്. ഓക്കെ, ആ രൂപത്തിൽ ഈ സെഷൻ മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ കുറെ നേരം നിന്ന് പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. ശരി, കണ്ണ് കാണാത്ത ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? കാണുന്നവരോടാ ചോദ്യം. ഉണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും കാഴ്ചയില്ലാത്ത ആളുകളെ കണ്ടിട്ടുള്ളത് എവിടെയൊക്കെ വെച്ചിട്ടാണ്? മറുപടി പറയും. ഫുട്പാത്തുകളിൽ കണ്ടിട്ടുണ്ട്, ബസ് സ്റ്റാൻഡുകളിൽ കണ്ടിട്ടുണ്ട്, ട്രെയിനുകളിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ശരി, പല ഇടങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സ്കൂളുകളിൽ കണ്ടിട്ടുണ്ടാവും, ടീച്ചേഴ്സായിട്ട് കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ട്സായിട്ട് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ പല കോലത്തിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ ആദ്യമായിട്ട് ഒരാളെ കണ്ടു, ഒരു കണ്ണാണാത്ത ഒരാളെ ജീവിതത്തിൽ ആദ്യം ഫസ്റ്റ് ടൈമാ കാണുന്നത്, എന്താണ് നിങ്ങളെ മനസ്സിൽ തോന്നിയ ഒരു സാധനം? ഉള്ളതുള്ള പോലെ മനസ്സിൽ തോന്നിയ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? അങ്ങനൊന്നും ഇല്ലാന്നോ? എന്താ മനസ്സിൽ തോന്നിയേ? ഓൽക്ക് ഈ ലോകം കാണാൻ കഴിയണില്ലല്ലോ പടച്ചോനെ എന്നാണ് ഒരാൾ പറഞ്ഞത്. വേറെ എന്തെങ്കിലും മറുപടി? വേറെ എന്തെങ്കിലും മറുപടി? ഇനി ഏതായാലും കാണുന്നവരടുത്ത് നിന്ന് ഉത്തരങ്ങൾ കിട്ടണില്ല. നിങ്ങൾക്ക് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളെ കാണുമ്പോൾ ബാക്കിയുള്ളവർ സാധാരണ പറയുന്ന സംഗതികൾ എന്തൊക്കെയാ അവർക്ക് തോന്നണേ? കണ്ട, മറുപടി മറ്റേ ഈ പുഴ ഒഴുകണ അരിയത വരണേ. അപ്പൊ ഇതേമാതിരിയാണ് നിങ്ങൾ മറുപടി പറയണ്ടേ. ഓക്കെ, ഒന്നാമത്തെ ഒരു ചിന്ത എന്താ വെച്ചാൽ എങ്ങനെ അല്ലാ പാവ, മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണിത്. എന്ത് പടച്ചോനെ അല്ലാ പാവട്ടെ എന്താണല്ലേ തപ്പി ഇങ്ങനെ തടയുമ്പോ. എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. 15 മിനിറ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചടപടയച്ചിട്ട് മണ്ടുന്നത്. ഒരു ചോദ്യം, എന്നെങ്കിലും നിങ്ങളെ മനസ്സിൽ പടച്ചോനെ ഞാനിപ്പോ കാണുന്നത് പോലെ, ഞാൻ ജീവിക്കുന്നത് പോലെ, ഞാൻ ഫോണിൽ നോക്കുന്നത് മാതിരി, ഞാൻ പഠിക്കുന്നത് പോലെ, ഞാൻ ഫുഡ് കുക്ക് ചെയ്യുന്നത് പോലെ, ഞാൻ മാരേജ് ചെയ്യുന്നത് പോലെ ഈ കണ്ണ് കാണാത്ത ഈ വ്യക്തിക്കും ജീവിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നെപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ഞാൻ ഫോണിൽ നോക്കി ബുക്ക് വായിക്കുന്നത് പോലെ, ഞാൻ യൂട്യൂബ് വീഡിയോ കാണുന്നത് പോലെ, ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖല, ഞാൻ പീടിയെ പോയി സാധനം വാങ്ങുന്നത് പോലെ, എൻ്റെ ജീവിതത്തിലെ നിഖില മേഖലകളിൽ ഞാൻ ഇടപെടുന്ന മാതിരി ഈ ചങ്ങായിനെയും കൂടെ ആക്കാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതൊരു ചോദ്യമാണല്ലോ അല്ലേ? ലോകത്തിലൊരു മനുഷ്യനെ 2 കോലത്തിൽ ജീവിക്കാം. ഒന്ന്,
ആശ്രിതനായിട്ടും ജീവിക്കാം, സ്വയം പര്യാപ്തനായിട്ടും ജീവിക്കാം. നമ്മൾ ഈ കണ്ണ് കാണാത്തവരെ എങ്ങനെ ജീവിക്കാനാ പരിശീലിപ്പിക്കേണ്ടത്? സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കാനാണ് പരിശീലിപ്പിക്കേണ്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്നിവിടെ നടക്കുന്ന ഒരു സംഗതി, മൊബിലിറ്റി. ഇപ്പൊ ഈ റോട്ടറി ക്ലബിനോട് എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താ അറിയോ? റോട്ടറി ക്ലബിന്റെ പരിപാടികളൊക്കെ ഭയങ്കര ഇഫക്റ്റീവാണ്. ഒന്നുകിൽ ഒരു റേഡിയോ കൊടുക്കും, അല്ലെങ്കിൽ സമയം നോക്കാനുള്ള വാച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഒറ്റക്ക് നടന്ന് നീങ്ങാനുള്ള വടി കൊടുക്കും. ഇത് നോക്കി, ഒരു വടി എന്ന് പറഞ്ഞാൽ ഒരു വെറും വടിയല്ല സുഹൃത്തുക്കളെ. ഈ വടി ഉപയോഗിക്കാൻ പഠിച്ചതിന് ശേഷം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ബാംഗ്ലൂരിലും ഒരു പ്രാവശ്യം മറ്റേ നാഷണൽ ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ മിമിക്രിയിൽ പങ്കെടുക്കാൻ ഞാൻ മധ്യപ്രദേശിലേക്ക് വരെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ സാധിച്ചത് ഈ വടി എന്നുള്ള ഒരൊറ്റ സാധനം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ റോട്ടറി ക്ലബ്ബ് വിചാരിക്കണ്ട എന്ത് നമ്മൾ കൊടുക്കണ ഒരു വടിയല്ലേ, അതിപ്പോ ഒരു ചെറിയ സംഗതിയാണ്, നമ്മൾ വലിയ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അല്ല പ്രിയപ്പെട്ടവരെ, ഈ വടി എന്ന് പറഞ്ഞാൽ ചില്ലറ സാധനമല്ല. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു സംഗതി കാണിക്കണം. എനിക്കൊരു വളണ്ടിയറിനെ വേണം. ഒരു വളണ്ടിയർ ഇങ്ങോട്ട് വരണം. ഒരു വളണ്ടിയർ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഒരാൾ ഇങ്ങോട്ട് ഇതാ വന്നിട്ടുണ്ട്. നിങ്ങളെ പേരെന്താ? സിറാജ്. നമ്മളെ സിറാജ്ക്ക വന്നിട്ടുണ്ട്. ഇത്രയും ആളുകൾ ഇവിടെ കൂടിയാൽ നമ്മളെ സിറാജ്ക്ക വന്നു. സിറാജ്ക്കൊക്കെ ഒരു നല്ല കയ്യടി കൊടുക്കാം. ഓക്കെ. അപ്പോ ശരിക്കും നമ്മളൊക്കെ കണ്ണ് കാണാത്തവരെ കൈ പിടിച്ച് കൊണ്ടുപോകലുണ്ട് അല്ലേ? കൊണ്ടുപോകലില്ല? ഞങ്ങളെ എല്ലാരും കൊണ്ടുപോകലുണ്ട്. ശരിക്കും പല കോലത്തിലാണ് ആൾക്കാരെ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോവുക. അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഏതൊക്കെ കോലത്തിലാണ് സാധാരണ കൈ പിടിച്ച് കൊണ്ടുപോകലെന്ന് ആദ്യം ഒന്ന് കാണാം. ഇനി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് രണ്ടാമത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അത് നിങ്ങൾ പഠിക്കണം. ആദ്യം എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകലെന്ന് കാണാം, പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് കാണാം. ഇതെങ്ങനെ കൊണ്ടുപോകണ അറിയോ? സിറാജ് ഖാനെ കണ്ട് കൊത്തി പിടിച്ചിക്കണേ, ഒന്നായിട്ട് കണ്ട് കൊത്തി പിടിച്ചിക്കണേ. ഇതേമാതിരി ഇന്ന ഒരാൾ കൊണ്ടേട്ടോ പ്രാവശ്യം ഇന്നെ കൊണ്ടേക്ക് ഒരു ബസ് കയറ്റാനാ കൊണ്ടുപോകണേ. അങ്ങനെ ഇയാള് ഇങ്ങനെ കൊത്തി പിടിച്ച് കൊണ്ടുപോയി ബസ്സിന്റെ അടുത്തെത്തിയപ്പോ പെരും കട്ടിച്ചു. ഞാനാണോ കാരണം? ഓക്കെ, ഇനി സുഹൃത്തുക്കളെ ഇവിടെയുള്ള ഒരാൾ ഇനി പഠിക്കാതെ പോലെ എങ്ങനെയാണ് കണ്ണു കാണാത്ത ഒരാൾ കൊണ്ടുപോകുന്നത്? അതിന് പറയാം സൈറ്റഡ് ഗൈഡ് ടെക്നിക് എന്നാ പറയാം. ഒന്ന് കണ്ണ് കാണുന്നവരെല്ലാവരും പറഞ്ഞാൽ എന്താ പറയാ? സൈറ്റഡ് ഗൈഡ് ടെക്നിക് എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തയാൾ പിന്നിൽ നിൽക്കുന്നു, അയാളുടെ കൈ കാഴ്ചയുള്ള ആൾ മുന്നിലാണല്ലോ സ്വാഭാവികമായിട്ടും, അയാളുടെ മുട്ടിന് മുകളിൽ ഇങ്ങനെ പിടിച്ചു. കാണാത്തവർക്ക് അറിയാലോ, അതോടെ ശരിയാക്കണ്ട. ഇങ്ങനെ പിടിക്കുന്നു. ബാക്കിലുള്ളവർക്ക് കാണാമോ? അപ്പൊ ഇനി ഇതാ സിറാജ് ഖാൻ ഇങ്ങോട്ട് പിന്നെ കൊണ്ടുപോകണേ. എന്തൊക്കെ പാടിക്കുന്നു ഞാൻ കൊണ്ടുപോകില്ല. ഓര് വിചാരിച്ചേ ഇങ്ങനെ പോയാൽ നേരെ കോംപ്ലക്സിന്റെ മൊത്തം കയറി. സിറാജ് ഖാനോട് ഇപ്പൊ സ്റ്റേജ് കയറി, സ്റ്റേജ് കയറണമെന്ന് പറഞ്ഞിരുന്നോ? സ്റ്റേജ് കയറണം, നിങ്ങൾ ജസ്റ്റ് അവിടെ കയറിയായിരുന്നു അല്ലേ? ഒന്നും പറഞ്ഞില്ല. എങ്ങനെ ഇതിപ്പോ മനസ്സിലായത്? മുട്ടുകൈന്റെ മുകളില് മുട്ടുകൈന്റെ മുകളിലിന്റെ കൈ ഉണ്ടേനു, മുട്ടുകൈ ഉണ്ട് പൊന്തി, അതേമാതിരി പൊന്തി. അതേമാതിരി ഞാനും ഉണ്ട് പൊന്തി. സിറാജ് ഖാക്ക് ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി കൊടുക്കാം. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മൾ ഒരാളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് മൊബിലിറ്റിയാണ് ഡേ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, വൈറ്റ് കെയിൻ അല്ലേ കൊടുക്കണത്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, കാണുന്നവരോടാണ് ചോദ്യം. ഒരു മനുഷ്യൻ, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാള്, കാണാത്ത ഒരു മനുഷ്യനും ഉത്തരം പറയരുത് ഇതിന്.
ഇവര് പറയട്ടെ, ഒരു കണ്ണ് കാണാത്ത ഒരാൾ വൈക്കേന് ഉപയോഗിച്ച് നല്ലപോലെ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നമ്മളെന്താ അയാളെ ചെയ്യാ? ഹെൽപ്പ് ആണോ ചോദിക്കുക? പിന്നെ വേറെന്തെങ്കിലും? എങ്ങട്ടാന്ന് ചോദിക്കുക? പിന്നെ കാണാത്തവര് പറയണ്ടേ കൈമാരെ? കാണുന്നവരാ പറയണ്ടേ? ആ, സഹായം വേണമെന്ന് ചോദിക്കും, എവിടെ കാണുമെന്ന് ചോദിക്കും. എന്നാലേ എൻ്റെ ഉത്തരം എന്താ അറിയോ? നിങ്ങൾ ഓലോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്മ ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ള. സ്വയം പര്യാപ്തനായി നടക്കുന്നൊരു മനുഷ്യൻ സ്വതന്ത്രമായി, സുഗമമായി, സുരക്ഷിതമായി, ഇതാണ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി, സുഗമമായി, സുരക്ഷിതമായി ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതിനാണ് മൊബിലിറ്റി എന്നറിയാം. അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യ ഫോണുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഇടപെടണ്ട. അയാൾ സ്വയം പര്യാപ്തനായിക്കോട്ടെ എന്ന്. എന്നാൽ ഇടപെടണം എപ്പോ? മുന്നിൽ ഒരു കുഴിയിലേക്കാണ് മൂപ്പര് പോണേ, മൂപ്പര് വീണ് സ്വയം പര്യാപ്തനാവട്ടെ, അങ്ങനെ ചിന്തിക്കരുത്. അത് പറ്റൂല. മൂപ്പര് വീണ് അല്ലാന്ന് വിളിക്കുമ്പോ മോനെ സീനില്ല, എനിക്ക് സ്വയം പര്യാപ്തനാവാനുള്ള ട്രെയിനിങ് തന്നതിനിട്ടത് എന്ന് പറയരുത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇടപെടണം. നേരെ മറിച്ച് ഒരാൾ വളരെ കൂളായിട്ട് ഇത് ചെയ്യാണ്. ഇതിന്റെ പ്രശ്നം എന്താ പറയുക പ്രിയപ്പെട്ടവരെ? കുറെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ബ്രെയിൽ സാക്ഷരതന്റെ ക്ലാസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രെയിൽ സാക്ഷരതന്റെ ക്ലാസ്സിന് പോയി. അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ വന്നൊരു കുട്ടി 19 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുക. കുട്ടീൻ്റെ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് അത് കഴുകി കൊടുക്കുന്നത് വരെ ഉമ്മയായിരുന്നു. നോക്കി നിങ്ങൾ എന്ത് സംഭവിച്ചു എന്നറിയോ? ആ ഉമ്മക്ക് വെയ്യാതെ ബാത്റൂമിലൊറ്റ വീണ് കിടപ്പിലായി. കിടപ്പിലായതോടുകൂടി ആ കുട്ടിയുടെ ശീലങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ മാറിയെന്ന് മാത്രമല്ല, ആ കുട്ടി കിടന്ന് നൊലോളിക്കുക എന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണിത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും ഇന്നെ ആക്കി തരാൻ ഞാൻ ഒരാളെ വെച്ചു എന്ന് വിചാരിക്കുക. രാജേഷ് ഇന്നെ എന്നും ആക്കിത്തരും, അല്ലെ സുരേന്ദ്രേട്ട എന്നെ എന്നും ആക്കിത്തരും, ജമാലാക്ക എന്നും ആക്കിത്തരും. എന്താ പ്രശ്നം? ജമാലാക്കാക്ക് ഒരു കല്യാണം ഉണ്ട്. ഹലോ സുരേന്ദ്രേട്ട നിങ്ങളുണ്ടോ? എനിക്ക് മോൾ ഹോസ്പിറ്റലിലാ. ഹലോ രാജേഷ് ഇജ്ജ് ഉണ്ടോ ഇവിടെ? അല്ലടാ ഞാൻ നാളെ ഗൾഫിൽ പോവാ. കഴിഞ്ഞില്ലേ, ജയ്സൽ അവിടെ കുത്തർന്ന് പെരേല്. ഇതാണ് വ്യത്യാസം. സ്വയം പര്യാപ്തരാകാൻ പരിശീലിപ്പിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽസ്. ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽസ്. സ്വയം സഹായിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക. അതാണ് എന്ത്? വടി കൊടുക്കല്. വടി കൊടുത്താൽ നിങ്ങൾ പറയണ എന്താ? പൊന്നു മക്കളെ, ആരെയും കൂട്ടി പോലെ ഒറ്റക്ക് നടന്ന് ശീലിക്ക്, അല്ലേ? അതാണ് പറയുന്നത്. ഒരു വടി കൊടുക്കുമ്പോ കാഴ്ച പരിമിതനായിട്ടുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ പറയാ, സ്വതന്ത്രമായിട്ട് നടന്ന് ശീലിക്കൂ പ്രിയപ്പെട്ട സുഹൃത്തെ. ഭാവിയിൽ നിനക്ക് ഉയരങ്ങളിലേക്കുള്ള പടവുകളാണ് ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ വടിന്ന്. അപ്പം ഇതാണ് പ്രധാനം. നോക്കൂ, ഇനി ഇത് മാത്രം പോരട്ടോ, നമുക്ക് കാഴ്ച പരിമിതരെ പറ്റിയിട്ട് പല കോലത്തിലുള്ള മുൻധാരണകളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരു ദിവസം ട്രെയിനിൽ നിന്ന് ഒരാളെ കണ്ടിട്ടോ. ട്രെയിനിൽ നിന്ന് ഒരാളെ കണ്ട്. നിങ്ങൾക്ക് ബോറടിക്കണില്ലല്ലോ? ഓക്കെ. ട്രെയിനിൽ നിന്ന് ഒരാളെ കണ്ട്. ഈ ട്രെയിനിൽ നിന്ന് ഈ ചങ്ങനെ കണ്ട് ഇവരെന്നോട് എനിക്കൊരു ഫോണ് വന്നു. അതാണ് അതിന്റെ തുടക്കം. ഞാൻ അന്ന് ഇക്ര ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റും കുറച്ച് PR വർക്കുകളൊക്കെ ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എനിക്കൊരു കോള് വന്നേ. ഹലോ, കുഴപ്പമില്ല, ഞാനത് മെയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കോള് കട്ട് ചെയ്തു. ഞാനത് മെയിലും അയച്ചു കൊടുത്തു. അപ്പോ മൂപ്പരിന്റെ അടുത്താണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പര മുഖം എൻ്റെ ഫോണും വെക്കാം. ഇതെങ്ങനെയാണ് റബ്ബേദിച്ച്? അങ്ങനെ മൂപ്പരെന്നോട് ചോദിച്ച്, അല്ല നിങ്ങളിത് കണ്ണ് കാണാതെ എങ്ങനെയാണ് ഇത് ചെയ്യണത്? അപ്പം ഞാനിങ്ങനെ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തു, നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സ്ക്രീൻ റീഡറുകളുണ്ട്, നമുക്ക് മെയിൽ അയക്കാനും സംവിധാനങ്ങൾ ചെയ്യാനും എല്ലാത്തിനൊന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഞാനൊരു 20 മിനിറ്റോളം ഇയാളോട് ഈ വിഷയങ്ങളെക്കുറിച്ച് വാചാലനായപ്പോൾ മൂപ്പര് ഇങ്ങനെ ചോദിക്കണ്ട. ഓരോന്ന് കേൾക്കുമ്പോൾ തന്നെ ആണേ ഉണ്ടല്ലേ, അത് ശരി, ഇതിങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കട്ടെ. ഈ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഒരു ഹൈ ക്ലാസ് നമ്പർ 1 പവർഫുൾ ചോദ്യം വന്നു. ഒരു ദീർഘനിശ്വാസത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട്. മൂപ്പര് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. മൂപ്പര് പറയാണേ, എന്താ
ഇതൊക്കെ ഉണ്ടായിട്ട് എന്താലേ കണ്ണ് കാണൂലല്ലോ. ഞാൻ സത്യത്തിൽ വിചാരിച്ച എന്റെ വടിയോണ്ട് ഒരു അടി കൊടുത്തിട്ട് സോറി ട്ടോ കാണാൻ തട്ടിയതാണെന്ന് പറയാനേനും. ഇതൊരു പ്രശ്നമാണ്. അതായത് കണ്ണ് കാണാത്ത ആളുകൾ എന്തൊക്കെ ചെയ്താലും ഒന്നുകിൽ എന്ത് ചെയ്യുന്നറിയോ, ഒന്നുകിൽ അത് ഓൽക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള ഭയങ്കരമായ എന്തോ ഒരു കഴിവാണ് എന്ന് പറയും. ഞാൻ ഇവിടെ ഇപ്പോൾ ആ ആക്ടിവിറ്റി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. എല്ലാവരും പറയും കണ്ണ് കാണാത്തവർക്ക് കേൾവി ശക്തി കൂടുതലാണ്. പറയലില്ലേ മോമാലിക്ക? എന്തിന്റെ? പാമ്പിന്റെ ചെവിയാണ് അറിയാം. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് കാണുന്ന ആളുകളോടാണ് ചോദ്യം. നിങ്ങൾ വീട്ടിൽ പോവുക, എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾ ഒന്ന് ലിസൺ ചെയ്യുക, ഒന്ന് കണ്ണടച്ച് ലിസൺ ചെയ്യുക. സാധാരണ നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ, എന്നിട്ട് ആ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ 1 മിനിറ്റ് കണ്ണടച്ച് ലിസൺ ചെയ്തിട്ട്, നമ്മൾ ഫോണിൽ ടൈമറും സ്റ്റോപ്പ് വാച്ചൊക്കെ ഉണ്ടല്ലോ, 1 മിനിറ്റ് ടൈമർ വെക്കുക, എന്നിട്ട് കണ്ണടച്ച് ലിസൺ ചെയ്യുക. അങ്ങനെ ലിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രയോ ശബ്ദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ ചുറ്റുമുണ്ട്. എന്താ സംഭവിച്ചത്? കാഴ്ച അങ്ങ് പോയപ്പോ നിങ്ങൾ ഈ കേൾവിനെ കൂടുതൽ ഉപയോഗിക്കാൻ നിർബന്ധിതരായി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ കണ്ണ് കാണാത്തവർക്ക് ചെവിൻ്റെ അകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സും പരിപാടിയൊന്നും ഇല്ല സുഹൃത്തുക്കളെ. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഞാനിത് ഇങ്ങനെ പറയണത് എന്താ അറിയോ, ഇവൻ എന്താ കണ്ണ് കാണാത്തവർക്ക് ഇതില്ല എന്ന് പറയണതെന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിച്ചാലുള്ള പ്രശ്നം ഞങ്ങൾ നോർമൽ അല്ലാതാവും. മനസ്സിലായോ? ഞങ്ങൾ എന്തോ ഹൈ റേഞ്ച് മനുഷ്യന്മാരാവും. അത് വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരായാൽ മതി. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാര്. കണ്ണ് കാണൂല എന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പൊ ഇതൊരു ധാരണ. എന്ത്? കണ്ണ് കാണൂലെങ്കിൽ ഒന്നും കഴിയൂല. ഞാൻ കല്യാണം കഴിച്ചതേ ഒരു കാഴ്ച പരിമിതിയുള്ള ഒട്ടും കാണാത്തൊരു കുട്ടീനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കാക്ക ബ്ലൈൻഡ്, ഞാൻ ബ്ലൈൻഡ്, ഈ കെട്ടിക്കൊണ്ടുവരാൻ പോണ പെണ്ണും ബ്ലൈൻഡ് എന്ന് ആകുമ്പോൾ വീട്ടിൽ ഭയങ്കര സമ്മതമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം എങ്ങനെ അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ പെരുജാതി പ്രശ്നം. വീട്ടിലവിടെ പ്രശ്നം, വീട്ടിലവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഉമ്മ ചായ കുടിക്കണില്ല, ഉപ്പ കാപ്പി കുടിക്കണില്ല, എളാപ്പ ചോറ് കഴിക്കണില്ല എന്ന് പറയും, പക്ഷെ പെരെ പോയിട്ട് ചോറുന്നു. അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ, ഫുള്ള് സീന്. അങ്ങനെ സുഹൃത്തുക്കളെ, ഇനി ശ്രദ്ധിക്കണം. ഇനിയാണ് ഇതിന്റെ കാതലായിട്ടുള്ള വിഷയം. ഇവിടെ എല്ലാ ടൈപ്പ് ഓഡിയൻസും ഉണ്ട്, ബട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എൻ്റെ ഒരു അമ്മായി ഉണ്ട് കേട്ടോ. ഈ അമ്മായിമാരൊക്കെ ഫുള്ള് സംഭവമാണ്. അപ്പൊ ഈ അമ്മായി എന്നോട് പറഞ്ഞ് ഒരു ദിവസം വന്നാണ്ട്, എല്ലാം മോനെ അനക്കും കണ്ണാണൂല ഓൾക്കും കണ്ണാണൂല, പിന്നെ എങ്ങനാണ് ഇപ്പം അത്? ഉദ്ദേശം എന്താ? എങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ച് തിന്നാന്നല്ല, സംഗതി മനസ്സിലായി നിങ്ങൾക്ക്? അതന്നെ, എങ്ങനെയാണ് ഇപ്പൊ അത് എന്ന് പറഞ്ഞു. അപ്പോ സുഹൃത്തുക്കളെ, ഈ ജാതി ചോദ്യങ്ങൾ എനിക്കത് വല്ലാതെ ഇൻസൾട്ടഡ് ആയിട്ടോ. ഞാൻ എന്താ അതിന്റെ അർത്ഥം? കാഴ്ച പരിമിതി ആയിട്ടുള്ള ഒരാൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല, ഓള് രണ്ടാളിങ്ങനെ മേപ്പിട്ട് നോക്കി കുത്തിർക്കേണ്ടി വരും. ഇത് തന്നെയാണ് അതിന്റെ അർത്ഥം. ഞാൻ അമ്മായിന്റെ ഞാൻ ഉണ്ടായ സമയം ഞാൻ അമ്മായിന്റെ കൈ പിടിച്ചിട്ട് പറയാം, അമ്മായിയെ നിങ്ങൾ ഇങ്ങോട്ട് വരി നമുക്ക് സംസാരിക്കാം. അല്ല അമ്മായി വിടി പറഞ്ഞാണ്ട് അമ്മായി മണ്ടി. അപ്പോ സുഹൃത്തുക്കളെ, ഇതാണ് പ്രധാനം. എന്ത്? ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കണ്ണ് കാണാത്ത ആൾക്കാർ ഒരിക്കലും നിങ്ങളെക്കാട്ടി കഴിവ് കുറഞ്ഞ ആളുകളല്ല. നിങ്ങളെക്കാട്ടി കഴിവ് കുറേ കൂടിയ ഹൈ റേഞ്ച് മനുഷ്യന്മാരാണോ? അതും അല്ല. മറിച്ച് നിങ്ങളെപ്പോലെ തന്നെ കഴിവുള്ള സാധാരണ മനുഷ്യന്മാരാണ്. ആ തിരിച്ചറിവിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ആ തിരിച്ചറിവ് റോട്ടറി ക്ലബിനും അൽ ഇഹ്സാനും ഉള്ളത് കൊണ്ടാണ് മുസ്തഫ മാഷി കണ്ണ് കാണാത്തവരും കണ്ണ് കാണുന്നവരും ഉൾക്കൊള്ളുന്ന പല സംഘടനന്റെ തലപ്പത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആക്കൂല സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്തവനെ പരിഗണിക്കോ? പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ പറയുക നിങ്ങൾക്ക്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. ഞാൻ ഒരു ഇതായിട്ട് പറയല്ല, പക്ഷെ ഇവിടെ പലരും ആ ഒരു കോണ്ടക്സ്റ്റിൽ സംസാരിച്ചുകൊണ്ട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ മദീനയിൽ നിന്നും പല സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് പള്ളിയുടെ ഇമാമത്തും മറ്റു സംഗതികളെ ഏൽപ്പിച്ച ആരായിരുന്നു എന്നറിയോ?
അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിനായിരുന്നു. ചില്ലറ കാര്യമല്ല. അവിടെ വേറെ മനുഷ്യന്മാരില്ലായിട്ട അല്ല സുഹൃത്തുക്കളെ, ഇതൊരു പരിഗണന. ഇതിൽ നമ്മളിപ്പോൾ ഈ കാലത്തല്ലേ ഇൻക്ലൂഷൻ, ഇൻക്ലൂസീവ് സ്കൂള്, ഇൻക്ലൂസീവ് ക്ലാസ്, സ്പെഷ്യൽ സ്കൂൾ, അങ്ങനെ അത് ഇങ്ങനെ, കാഴ്ചയില്ലാത്തവർക്ക് അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം. ഇത് 14 നൂറ്റാണ്ട് മുന്നേ ഇങ്ങനെ പറഞ്ഞു വെക്കുക. ഉമ്മ മക്തൂം ഞാൻ ഇന്ന പരിപാടിക്ക് പോവാണ്, മദീനയിലെ എൻ്റെ കാര്യം നോക്കിക്കോണേ, ബ്ലൈൻഡ് ആയിട്ടുള്ള ഉമ്മ മക്തൂമിനോട് പറയാ. ആർക്ക് പറ്റും പ്രിയപ്പെട്ടവരെ? ഇതാണ് എന്ത്? ഇതാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ചിന്തയിലാണ് ഇൻക്ലൂഷൻ വരേണ്ടത്. ചിന്തയിലാണ് ഇൻക്ലൂഷൻ വരേണ്ടത് എന്ന് ചുരുക്കം. പിന്നെ ചില ആളുകൾക്കുണ്ട് ഒരു ധാരണ, എന്ത്? കണ്ണ് കാണാത്തവരെല്ലാരും എക്കണോമിക്കലി താഴെയാണെന്നുള്ളത്. കണ്ണ് കാണാത്ത ആളുകൾ എക്കണോമിക്കലി താഴെയുള്ള ആളുകൾ ഉണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, എല്ലാവരും എക്കണോമിക്കലി. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും വലിയ നന്മയാണ് ഒരാൾക്ക് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. സ്വതക്ക ചെയ്തോളി, പക്ഷെ ആവശ്യക്കാരനാണോ എന്നോർത്തിട്ട് സ്വതക്ക ചെയ്യുക. സ്വതക്ക ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലൊരു തുള്ളി പോലും പകൽ മാന്യതയുടെ ഒരു സാധനം വരാതെയും സൂക്ഷിക്കുക. ഞാൻ ഒരു ദിവസം ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാനിപ്പോൾ 3ാമത്തെ കാര്യമാണല്ലേ ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താന്ന് പറയണേ. അപ്പോ ഒരു ദിവസം പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ കൂടെ ഞാൻ അങ്ങനെ പോവാണ്. ഓക്കെ, പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ കൂടെ ഞാൻ അങ്ങനെ പോവാം. അപ്പൊ എന്റെ ബാഗിന്റെ ഷോൾഡർ പൊട്ടിക്കണ്. ഈ ഷോൾഡർ പൊട്ടിയ സമയത്ത് ഇതൊന്ന് മാറ്റണം. അപ്പൊ ഞാൻ അങ്ങനെ നടന്നു പോവാണ്. ഇതേപോലെ ഒരു സെഷൻ ക്ലാസ് എടുത്തിട്ട് ആണ് ഞാൻ അങ്ങനെ പോണത്. അതിൽ ബാക്കിൽ നിന്ന് ഒരു ചേച്ചി, ഹലോ, അപ്പൊ എനിക്കറിയില്ലല്ലോ അത് എങ്ങോട്ടാണ് ഈ ഹലോ പോണതെന്ന്. ഞാൻ മുന്നോട്ട് നടന്നു, സ്റ്റിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പൊ പിന്നെയും ചേച്ചി ഹലോ. ഇല്ല, എനിക്കറിയില്ല പിന്നെ ആരോടാണെന്ന് അറിയില്ല. ഞാൻ വീണ്ടും മുന്നോട്ട് ഗമിക്കുകയാണ്. പിന്നെ ചേച്ചി കൃത്യമായിട്ട് ഉന്നം വെച്ച് വിളിച്ചു, ഹലോ കണ്ണാണാത്ത ആളെ. അത് സെറ്റ്. അപ്പൊ എന്നെ തന്നെയാണ് വിളിക്കണേ. അങ്ങനെ ഞാൻ അവിടെ നിന്നു. വിളി വന്നത് ബാക്കിൽ നിന്നാണ്. അപ്പൊ ഞാൻ ബാക്കോട്ട് ഇങ്ങനെ നോക്കിയാണ്ട് ഇങ്ങനെ നിന്നു. ചേച്ചി ഇങ്ങനെ വണ്ടി വന്നിട്ട് കിതച്ചുങ്ങാണ്ട് ഒരു 20 ഉറുപ്പ്യ എൻ്റെ കൈക്ക് തന്നുകാണ്ട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, ഒരു 20 ഉറുപ്പ്യ എൻ്റെ കൈക്ക് തന്നുകാണ്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോ. ഇതില് രണ്ടാണ് പ്രശ്നം. ഒന്നെന്താ വെച്ചാല് ആ എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോ എന്നുള്ള ടോണിൽ തന്നെ ഉണ്ട്. ചേച്ചി ഏതോ ഹൈ റേഞ്ചിൽ നിൽക്കണ മനുഷ്യത്തിയാണ്, ഞാനോ ഞാൻ ഹൈ റേഞ്ച് ലോ റേഞ്ച് എന്നും പറഞ്ഞാൽ പോരാ, അതിലും താഴെ. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാല് ഒരു 20 ഉറുപ്പ്യ തന്നിട്ടാണ് 37 പറയണത് എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോന്ന്. ഒരു ലൈവ് കുടിച്ച ആകെ കിട്ടിയ ബാക്കി 2 ഉറുപ്പ്യ. അപ്പൊ അതന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറയാം, എനിക്കത് വല്ലാതെ ഇൻസൾട്ടഡ് ആയിപ്പോയി ഞാൻ. കാരണം 37 പല ആളുകളും നമുക്ക് പൈസ തരാറുണ്ട്, നമ്മളത് കുഴപ്പമില്ല കേട്ടോ, അത് വേണ്ട, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പൈസ കൊടുക്കുന്ന ശീലത്തെയോ ഇതിനെയോ ഒന്നല്ല പറയണത്, ഈ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്നിട്ട് ആ ചേച്ചിനോട് പറഞ്ഞേ, ചേച്ചി ഒറ്റ മിനിറ്റ് എന്നിട്ട് ആ ചേച്ചിന്റെ കൈ പിടിച്ച്, എന്നിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 ഉറുപ്പ്യ എടുത്ത്, എന്നിട്ട് ഈ 20ഉം 50ഉം കൂടെ കൂട്ടിങ്ങാണ്ട് ചേച്ചിക്ക് 70 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട്. ചേച്ചി അത് 70 ഉറുപ്പ്യ ഉണ്ട്, നിങ്ങൾ പോയി ആർഭാടായിട്ട് ജീവിച്ചോളി എന്നാ ചേച്ചിനോട് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റഗ്രാമിൽ എഴുതിനു ഈ ഒരു സാധനം. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കൊരു ഒരു സാധനം വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാഴ്ച പരിമിതരായിട്ടുള്ള വ്യക്തികൾ, ഞാനടക്കം, ഞങ്ങളെക്കാളും കഴിവ് കുറഞ്ഞവരോ കഴിവ് കൂടിയവരോ അല്ല, മറിച്ച് ഞങ്ങളെപ്പോലെ തന്നെ കഴിവുകളുള്ള, തെറ്റ് പറ്റാൻ സാധ്യതയുള്ള, അശ്രദ്ധ കൊണ്ട് സംഗതികളൊക്കെ മറന്നു പോവാനും എല്ലാത്തിനും സാധ്യതയുള്ള ഒരാളെ ഒരു വട്ടം കണ്ടാൽ പിന്നെ 10 കൊല്ലം കഴിഞ്ഞാലും മറന്നു പോകില്ല എന്നൊന്നും അങ്ങനത്തെ ഇതൊന്നും ഇല്ല സുഹൃത്തുക്കളെ. ഈ ചിന്തൻ്റെ ഒക്കെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാളെ ഒരു വട്ടം കണ്ടു, 50 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ വന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും എന്നുള്ള ചിന്തൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതിങ്ങനെ ഓൾക്ക് ഓർമ്മ ഉണ്ടാവും കേട്ടോ എന്ന് ചിന്തിക്കേണ്ട കുഴപ്പമുള്ളൂ. ഇത് ഓർമ്മിച്ചെടുക്കേണ്ടതാരാ? അതാണ് അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരിക്കലും അബ്നോർമലായിട്ട് ഞങ്ങളെ കാണാതിരിക്കുക. ഞങ്ങൾ പാരാനോർമലും അല്ല, അബ്നോർമലും അല്ല, ഹൈ നോർമലും അല്ല, സൂപ്പർ നോർമലും അല്ല.
ഞങ്ങൾ നോർമലാണ് എന്ന ചിന്തയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിമിക്രി ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ മിമിക്രി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. ഒരു നിലക്കും കഴിച്ചിലാവാൻ സമ്മതിക്കൂല എന്നുള്ളതാണ്. കുറച്ച് ശബ്ദങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് അനുകരിക്കുന്ന കുറച്ച് ശബ്ദങ്ങൾ തന്നെയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുതിരവണ്ടിയുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൈയടിച്ച് കൂടെ നിൽക്കണം. എന്നാലേ കൈയടിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഇതിലുള്ള തെറ്റുകളൊന്നും ആർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല. ഇടയിൽ കയ്യടി വരുമ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. അതിനാണ് ഈ മിമിക്രിക്കാരൊക്കെ കയ്യടിക്കണം എന്ന് പറയുന്നത്. നടുവിലെത്തിയ കയ്യടി ആയാലും നമുക്കൊരു സന്തോഷമാണ്. ഇടയ്ക്ക് ശ്വാസം വിടാനൊക്കെ സമയം കിട്ടും. സുഹൃത്തുക്കളെ, കുതിരവണ്ടിയുടെ ശബ്ദം. കുതിരക്ക് ചെറിയ തൊണ്ടക്ക് പ്രശ്നമുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, പണ്ട് കാലത്ത് ധാരാളം നാടൻ പാട്ടുകളും മാപ്പിള പാട്ടുകളും ഒക്കെ നമുക്കുണ്ടായിരുന്നു. ഒരു ഉദാഹരണം നമുക്കൊന്ന് പാടി വെക്കാം. ഓടണ്ട ഓടണ്ട ഓമന പൂമുഖം, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. കുറെ നല്ല മാപ്പിളപ്പാട്ടുകളും അന്നുണ്ടായിരുന്നു. കുടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള നിന്റെ അരിമുല്ല കിനാവിലെ അഴകേറും പുതുനാരൻ ഇത വരുന്നേ പെണ്ണേ ഇത വരുന്നേ. ഇങ്ങനെ പല കോലത്തിലുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് കുറെ പാട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് കുറെ പാട്ടുകൾ വരുന്നുണ്ട്. ആ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മാപ്പിളപ്പാട്ട് എന്നുള്ള കോലത്തിൽ വരുന്ന കുറെ പാട്ടുകളുണ്ട്. അത് നമ്മൾ ഈ വർത്താനം പറയുന്ന കാര്യമാണ് പാട്ട്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ നമ്മളെ പ്രിയപ്പെട്ട ഒരാളോട് പറയല്ലേ, എടോ ജിൻ്റെതല്ലേ ഞാൻ എന്റേതല്ലേടോ, നമ്മൾ രണ്ടാളും ഒന്നല്ലേടോ, നമ്മളിങ്ങനെ പറയാം. അതേമാതിരിയാ, നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ, നമ്മൾ രണ്ടും ഒന്ന്. ഇത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, എന്തിനാ പാട്ടാക്കണേ? അതേമാതിരി നമുക്ക് പറ്റിയ ഓരോ അബദ്ധങ്ങൾ വിളിച്ചറിയാനാണെന്ന് മാപ്പിളപ്പാട്ട്. ഉദാഹരണം, ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ് അല്ലേ, ഇത് പെണ്ണാണുമ്പോ നോക്കണ്ടേ, എന്നിട്ട് ഓളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മറ്റേ പെരയെ കെറ്റൂലേ, എന്നാലും അവൾ ഇന്ന് എന്റെ സുന്ദരിയാണ്. ഏതായാലും സുഹൃത്തുക്കളെ, ഇന്നത്തെ പാട്ടിന്റെ വിപുലീകരിച്ച രൂപം നമുക്കൊന്ന് കാണാം. പപ്പടം പൊരിച്ചു പപ്പടം പൊരിച്ചു എന്തേ 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 ഒന്നുമില്ല ഓമനാളെ കണ്ടു ഞാൻ വായിച്ചു. സുഹൃത്തുക്കളെ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വയലുകളിൽ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കാറുണ്ട്, വലിയ മോട്ടറുകൾ. അത്തരത്തിൽ ഒരു മോട്ടറിന്റെ ശബ്ദം എടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ചെറിയ ഒരു പ്രോഗ്രാം കൂടെ അവതരിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്.
നമ്മളൊക്കെ TV-യിൽ പലതരത്തിലുള്ള റിയാലിറ്റി ഷോകൾ കാണാറുണ്ട്. ഇവിടെ നിങ്ങളെല്ലാവരെയും ഒരു റിയാലിറ്റി ഷോയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹായ് എവരിവൺ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നോ ഐഡിയ മിമിക്രി സ്റ്റാർ എന്ന ഈ പുത്തൻ മെഗാ റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോണ്ടസ്റ്റന്റ് ആണ് മലപ്പുറത്ത് വന്ന ശ്രീ അബ്ദുറഹ്മാൻ കുറ്റി. പൊന്നാര മുത്ത്, അബ്ദുറഹ്മാൻ കുറ്റിയല്ല, അബ്ദുറഹ്മാൻ കുട്ടി. ആണെങ്കിൽ അയ്മുട്ടിയെന്ന് വിളിച്ചോളി. ഓക്കെ, നമുക്ക് ആരംഭിക്കാം മിസ്റ്റർ അബ്ദുറഹ്മാൻ കുറ്റി. ദോക്ക് പെണ്ണ, ഞാൻ ഒരു വട്ടം കൂടെ അബ്ദുറഹ്മാൻ കുറ്റി എന്ന് വിളിച്ചാൽ എന്റെ മൂതക്കുറ്റി അടിച്ച് ഞാൻ തിരിക്കും. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഈ പ്രോഗ്രാമിലെ 3 റൗണ്ടുകളാണുള്ളത്. ഒന്നാമത്തെ ക്വിസ് റൗണ്ട്, രണ്ടാമത്തെ സോങ് റൗണ്ട്, മൂന്നാമത്തെ മിമിക്രി റൗണ്ട്. ഫസ്റ്റത്തെ എന്ത് റൗണ്ട് എന്ന് പറഞ്ഞേ? ക്വിസ് റൗണ്ട്. പുതിയ ഓക്കെ, നമുക്ക് ക്വിസ് റൗണ്ടിലേക്ക് കടക്കാം. അല്ല, ഒറ്റ മിനിറ്റ്. ഈ ക്വിസ് റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ ലോകത്ത് ഒരു മനുഷ്യനും 2 കാര്യത്തിൽ ഇന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. വാവ്, 2 കാര്യത്തിൽ. എന്തൊക്കെയാണ് ആ കാര്യം? ഒന്നാമത്തത് ഇന്റെ ഓർമ്മശക്തി. വാവ്, ഗ്രേറ്റ്. ഒന്നാമത്തെ അബ്ദുറഹ്മാൻ കുറ്റിയുടെ ഓർമ്മശക്തി. രണ്ടാമത്തത് എന്തേലും പഠിച്ചോനെ? രണ്ടാമത്തെ കിട്ടില്ല. ഒന്നാമത്തെ ഓർമ്മശക്തിയാ. രണ്ടാമത്തെ എത്ര ആലോചിച്ചിട്ട് അങ്ങട്ടെ. ഓക്കെ, നമുക്ക് ക്വിസ് റൗണ്ടിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: തെച്ചിപ്പൂ, ജമന്തിപ്പൂ, ലില്ലിപ്പൂ, റോസാപ്പൂ. ഇതുപോലെ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന മറ്റൊരു പൂവിന്റെ പേര് പറയൂ. വളരെ ഈസി അല്ലേ? കുഞ്ഞാപ്പൂ. ഓക്കെ, വളരെ മനോഹരമായിരിക്കുന്നു. നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് റൗണ്ട് സോങ് റൗണ്ട് ആണ്. അബ്ദുറഹ്മാൻ കുറ്റി വെറൈറ്റി സോങ് എന്ന ഈ റൗണ്ടിൽ ഇതുവരെ ആരും കേൾക്കാത്ത ഒരു ഗാനം പാടണം. ഇതുവരെ ആരും കേൾക്കാത്ത പാട്ട്. അതെ അതെ അതെ, ആരും കേൾക്കാത്ത ഒരു പാട്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു സാധനമുണ്ട്. ഇതുവരെ നമ്മൾ പാടട്ടെ? പാടിക്കോളൂ അബ്ദുറഹ്മാൻ കുറ്റി. പാട്ടോടെ പാട്ട്. ഈ പാട്ട് ഇതുവരെ ഒരു മനുഷ്യനും കേട്ടിട്ടില്ല. ഇനിയറ്റ ആരോട്ട് കേൾക്കാനും പോണില്ല. വളരെ മനോഹരമായിരിക്കുന്നു. നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. തേർഡ് റൗണ്ട് മിമിക്രി റൗണ്ട് ആണ്. മിമിക്രി റൗണ്ടിൽ അബ്ദുറഹ്മാൻ കുറ്റി എന്തിന്റെ ശബ്ദമാണ് എടുക്കുന്നത്? നമ്മള് കാക്ക. ഓ, കാക്കയുടെ ശബ്ദം. കാക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാക്ക നമ്മുടെ ദേശീയ, സംസ്ഥാന, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമസഭയുടെ പക്ഷിയായ കാക്കയുടെ ശബ്ദമാണ് അബ്ദുറഹ്മാൻ കുറ്റി എടുക്കുന്നത്. നമുക്ക് നോക്കാം അബ്ദുറഹ്മാൻ കുറ്റിയുടെ കാക്ക. എടാ മോനെ ജമാലേ, ജമാലേ. ഇതേതാ കാക്ക? ഇതാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ നട്ടം തിരിഞ്ഞടക്കണ ഒരു സുലൈമാൻ കാക്ക. എന്തേ? സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇത്രയും നേരം എന്നെ ക്ഷമിച്ചതിനും സഹിച്ചതിനും നന്ദി. നമസ്കാരം. താങ്ക് യു. അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനാചരണത്തോടനുബന്ധിച്ച് റോട്ടറി സൈബർ സിറ്റിയും നല്ലളം അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമവും വൈറ്റ് കെയിൻ വിതരണവും നടക്കുന്ന ഈ മഹനീയ സദസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ തുടക്കമിടുകയാണ്. പ്രാർത്ഥനയ്ക്കായി കോഴിക്കോട് കൊളത്തറ സ്കൂൾ ഓഫ് ദി ഹാൻഡിക്യാപ്ഡിലെ വിദ്യാർത്ഥി കൂടിയായ റൈഹാനിനെ സ്വാഗതം ചെയ്യുന്നു. പാരന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിന്നേകാന്തിപനെ നിയതമാരാധിപ്പു ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുൻപിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർ തന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ ഭ്രഷ്ട തൻ വഴിയിലുമല്ല.
പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഏത് സമയത്തും റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയെ നമ്മൾ സമീപിക്കുമ്പോൾ നോ എന്നൊരു വാക്ക് നമ്മളെ കാര്യത്തിൽ പറയാറില്ല. പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എം ഖാലിദ് സാഹിബിൻ്റെ മരുമകൻ മസൂദ് HSനോട് ഞാൻ വിഷയം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, എന്നെ കോയക്കാന്ന് വിളിക്കാം, കോയക്ക നമുക്കത് ചെയ്യാം, 50 കാഴ്ച പരിമിതർക്ക് വൈറ്റ് കെയിൻ കൊടുക്കുന്ന കാര്യമല്ലേ, അത് നമുക്ക് ഭംഗിയായിട്ട് നടത്താം എന്ന് പറയുകയും അദ്ദേഹം അത് ഏറ്റെടുത്ത് അവരുടെ പ്രിയപ്പെട്ട സാരഥികളൊക്കെ ഇവിടെ എത്തിച്ച് നമ്മുടെ ഈ സദസ്സ് ഭംഗിയാക്കി തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ PT മുസ്തഫ മാഷ്, അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടുവരുന്നത്. പാവപ്പെട്ട ആളുകൾക്ക്, അതുപോലെ തന്നെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്കുള്ള വീട് നിർമ്മിച്ചു നൽകുന്നു, മറ്റുള്ള എല്ലാ സഹായങ്ങളും എത്തിക്കുന്നു. ആ അത്തരത്തിലുള്ള വ്യക്തിയെ നമ്മൾ എന്ത് നൽകിയാണ് ആദരിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയും എല്ലാ സമൂഹത്തിൽ ഏറ്റവും മാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്ത് തന്നെ ആയാലും റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ ആദരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകാം. I'm extremely privileged and honored to be here amongst all of you, and my special appreciation to President and members of Calicut Cyber City for having given me this opportunity to come and inaugurate this program and distribute white canes to blind people. And I'm really honored and thankful to the President and members of Calicut Cyber City for giving me this opportunity. അൽ-ഇഹ്സാൻ്റെ ചെയർമാനായ PT മുഹമ്മദ് മുസ്തഫ മാസ്റ്ററെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ കാഴ്ച പരിമിതിയുള്ള ആളുകളെ മാത്രമല്ല, തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബത്തെ സഹായിക്കാനും, അതേപോലെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുവാനും, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുവാനൊക്കെ വേണ്ടി സന്മനസ് കാണിക്കുന്ന, അതേപോലെയുള്ള തൻ്റെ പ്രദേശത്ത് തന്നെയുള്ള പള്ളി വിപുലീകരിക്കുന്നതിനും അവിടെയുള്ള ആളുകൾക്കൊക്കെ നമസ്കാരത്തിനും കുട്ടികൾക്ക് മതപഠനത്തിനുമൊക്കെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും നേരത്തെ ഇവിടെ ഷക്കീർ പറഞ്ഞ മാതിരി ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ഇവിടെ ഈ ആദരവ് ഏറ്റുവാങ്ങിയ ആളുകൾ അവർ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ജോലിയല്ല, അവരുടെ ജീവിതം തന്നെ ഇവർക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ആളുകളാണ്. കുറേ കാലങ്ങളായി ഇവരുമായി അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ ഇവരെ ഈ കാഴ്ച പരിമിതരെക്കാളധികം ആദരവ് അർഹിക്കുന്നത് അവരെ പരിചരിക്കുന്ന വ്യക്തിത്വങ്ങൾക്കാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രത്തോളം അവരുടെ പ്രശ്നങ്ങളുമായി ഇടകിച്ചേർന്ന് നേരവും കാലവുമില്ലാതെ അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെയാണ് ഇന്നിവിടെ ആദരിക്കപ്പെട്ടത്. തീർച്ചയായും അവർ ആദരവ് അർഹിക്കുന്നവർ തന്നെയാണ്. ഒരുപാട് കാഴ്ചയില്ലാത്തവർക്കും കാഴ്ചയുള്ളവർക്കും വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനേന മുസ്തഫ മാഷ് ഇവിടെ എന്തെങ്കിലും മഴക്കാറ് വന്നാൽ പോലും അവാർഡ് കൊടുക്കുന്ന സംവിധാനം കേരളത്തിലുണ്ട്. ഞാൻ മഴക്കാറ് കണ്ടു എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അധ്യാപക അവാർഡും ദേശീയ അവാർഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം സേവനം ചെയ്യുന്ന കാഴ്ച ഇല്ലാത്ത ഒരു സഹോദരനെ പലപ്പോഴും ഗവൺമെൻറ്റോ മറ്റ് സാമൂഹ്യ സംഘടനകളോ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. അത് മുസ്തഫ മാഷ് ചെയ്യുന്ന സേവനം ഒരു കമ്മീഷൻ വെച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1 അവാർഡല്ല 10 അവാർഡ് ഗവൺമെൻറ്റും മറ്റ് ജനങ്ങളും ചെയ്യേണ്ടി വരും.
എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ തൊട്ടടുത്ത് ഒരു അത്യാവശ്യം ഓഡിറ്റോറിയം ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതേമാതിരി ഒരു 10 വർഷം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നേരിട്ട് അറിയുമ്പോൾ കാഴ്ച ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ആ സഹവാസത്തിലൂടെ ഇതിൻ്റെ വില എത്രയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മാക്സിമം ഇനിയും നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും നമുക്ക് കഴിയുന്ന പരമാവധി എല്ലാം ചെയ്തു തരാൻ നമ്മളൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നേരത്തെ ഇവിടെ പ്രാസികൻ സൂചിപ്പിച്ച പോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ച പരിമിതരുടെ പ്രാധാന്യത്തെപ്പറ്റി ഉദ്ഘോഷിച്ച പരിശുദ്ധ ഖുർആൻ ഇപ്പോൾ നമ്മുടെ ഭരണകൂടങ്ങളും ലോക സമൂഹവും ഭിന്നശേഷിക്കാരെ എങ്ങനെ ആദരിക്കണം, അവരെ സഹായിക്കണം എന്നതിൻ്റെ ഈ കാലഘട്ടത്തിൽ മാത്രമാണ് ബോധമുണ്ടായത്. 2 ദിവസം മുമ്പ് നമ്മളെ രത്തൻ ടാറ്റ നമ്മളെ വിട്ട് പിരിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് എനിക്കിന്നിവിടെ പറയാനുള്ളത്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ അവസരം ജീവിതത്തിൽ ഏതാണെന്നുള്ളത്. അപ്പോൾ പുള്ളി 4 അവസരങ്ങളാണ് ആദ്യം പറഞ്ഞത്. ആദ്യത്തെ അവസരം എന്ന് പറയുകയാണെങ്കിൽ പുള്ളി ഒരുപാട് പണം സമ്പാദിച്ച് കൂട്ടിയപ്പോൾ പുള്ളിക്കൊരു സന്തോഷം ഉണ്ടായി. പക്ഷെ സന്തോഷം വളരെ കുറച്ചു കാലം ഉണ്ടായിട്ടേ ഉള്ളൂ. രണ്ടാമത് അയാൾക്ക് വിലപ്പെട്ട ഒരുപാട് സാധനങ്ങൾ, കാറ്, അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങി അതിൽ പുള്ളി സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു. 3ാമത്തെ ഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വലിയ വലിയ കമ്പനികൾ പുള്ളി ഏറ്റെടുത്തു. അതിലൊന്ന് ഏറ്റവും വലുത് നമ്മളെ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനി, അതിൻ്റെ ഒരു മേധാവിയായിട്ട് പുള്ളി ഇരുന്നു. ആ ഒരു സന്തോഷവും അധികകാലം നീണ്ടു നിന്നില്ല. പിന്നെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു സുഹൃത്ത് പുള്ളിനോട് പറഞ്ഞു, 200 അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് ഒരു വീൽ ചെയർ കൊടുക്കണം എന്ന് പറഞ്ഞു. അതാണ് ശരിക്കും പുള്ളിൻ്റെ ജീവിതത്തിലൊരു മാറ്റം വന്നൊരു സിറ്റുവേഷൻ. അതായത് ഈ പുള്ളി ഇതിൽ പങ്കെടുത്തിട്ട് പുള്ളി ആ പങ്കെടുത്ത സിറ്റുവേഷനിൽ ഒരു കുട്ടി പുള്ളിൻ്റെ കാല് അമർത്തി പിടിച്ചു. അപ്പോൾ വിടുന്നില്ല പുള്ളീനെ. അപ്പോൾ കുട്ടി പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് എനിക്ക് കണ്ടു നിൽക്കണമെന്ന്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് പുള്ളിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത്. അപ്പോൾ അതിനുശേഷമാണ് പുള്ളി ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഒരുപാട് വന്ന് നമ്മൾ ഒരുപാട് ചാരിറ്റികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും പണം സമ്പാദിക്കലൊന്നുമല്ല, ഇതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക. നമ്മളെ പേരിലേക്ക് വരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ് നമ്മളെ മുസ്തഫ സാറ്. മുസ്തഫ മാഷിനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും പുള്ളിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ടാഗോർ സെൻറ്ററി ഹാളിൽ വെച്ചിട്ട് നമ്മളെ ഒരു വലിയൊരു ഇവന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ രഞ്ജിനി ജോസിന്റെ ഒരു പരിപാടിയായിരുന്നു. അന്ന് നമ്മളെ റോട്ടറിന്റെ ഏറ്റവും വലിയൊരു അവാർഡായ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് നമ്മളെ മുസ്തഫ സാറിന് നമ്മൾ അന്ന് കൊടുത്ത് സ്വീകരിച്ചതാണ്. അത് നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പാട്ട് പാടിയ ഒരാള്, അദ്ദേഹത്തിന്റെ ആ പാട്ട് ഒരു രക്ഷയില്ല. സംഗീതം പഠിച്ച ആളുകളെ തോൽപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇവിടെ ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന് നല്ലൊരു വേദി നമ്മൾ റോട്ടറി ഇനിയും അവർക്ക് കൊടുക്കുമെന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന പ്രസ്ഥാനം ഇതിനു മുമ്പ് നമ്മളെ നിർധനരായ നമ്മുടെ ജില്ലയിലുള്ള കാഴ്ചപരിമിതരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഓണക്കിറ്റ് നൽകിയിരുന്നു. അപ്പോൾ ആ ഓണക്കിറ്റ് നൽകുന്നതിന് വേണ്ടി നമ്മൾ റോട്ടറി ക്ലബിനെ സമീപിച്ചിരുന്നു. നമ്മുടെ ജില്ലയിലുള്ള 250 പേർക്ക് റോട്ടറി ക്ലബ്ബ് ഓണക്കിറ്റ് നൽകി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ അവസരത്തിൽ അത് ഓർക്കുകയാണ്. മുസ്തഫ മാഷും കരീം മാഷും എല്ലാവരും അകക്കണ്ണുകൊണ്ട് കണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ 2 കണ്ണും തുറന്നിരിക്കുന്ന നമുക്ക് ചെയ്യാൻ കഴിയാറില്ല. ദൈവാനുഗ്രഹത്താൽ റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് സൈബർ സിറ്റി നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി വാക്കു തന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബിൻ്റെ സഹായത്തോടെ നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് സന്മനസ് കാണിച്ച 2 സംഘടനകളെയും അതിൻ്റെ മഹൽ വ്യക്തിത്വങ്ങളെയും അഭിനന്ദിക്കുകയും അവർക്ക് ഇത് ഒരു മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. പ്രിയങ്കരനായ അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജീവനാടിയും ഒരുപാട് പാവങ്ങളുടെയും അനാഥരുടെയും
നിരാലംബരായ ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ജീവിതത്തിൻ്റെ സദാസമയവും മാറ്റിവെച്ച് ഓടി നടക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫ മാസ്റ്ററെ ഞാൻ ഈ പരിപാടിയിൽ പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. സംഗൃതപ്പമകരി തങ്കത്തുങ്കത്തിങ്ങിണ തിങ്കൃതത്തിമികിടമേളം തകതന്തരി സരിഗമ്മ തക്കിടകത്തക്കിങ്ങിണ തിന്തിമി താളങ്കൃത താളം സംഗൃതപ്പമകരി തങ്കത്തുങ്കത്തിങ്ങിണ തിങ്കൃതത്തിമികിടമേളം തകതന്തരി സരിഗമ്മ തക്കിടകത്തക്കിങ്ങിണ തിന്തിമി താളങ്കൃത താളം ൊട്ട് തിരുസ്വർഗനകത്ത് കഞ്ചത്തെ സുന്ദീരഹൂർണി സച്ചിത്തിരമത്തൊരു നഞ്ചത്തെ പിൻകതിരോനോ പിൻപഴങ്കതിരോനും മഞ്ചത്തെ പിണ്ടിടൽ മൂടി വര സംഗതി കൊണ്ട് തഞ്ചത്തെ മുന്നുന്നേ മുടി മണ്ടര കൊട്ട കറുത്തു വരുപ്പം മിന്നുന്നേ മൂടൻ ജെട്ട് കൊടുത്തത് കെട്ടായി ചിട്ടാൽ പിന്നുന്നേ അണപ്പെട്ടിൽ മട്ടം പടി വരസുള്ള കമനിൽ വളവട്ട മികാനോ സ്ഥലം വട്ടത്തളിവള മട്ട തിരുമുഖതകജം തങ്കത്താതിങ്കിണ കൃതി കിട സംസരിതം ിനി തളങ്കൃത ചുണ്ടുമൃതം സ്വകലമിലെ പല ധ്വനി കളിച്ചിരി കുളരികൾ സംസ്കൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ ഇംകൃതത്തിമികിടമേളം അകനന്ദനി സരിഗമ തക്കിടകത്തക്കിങ്ങിണ ഇന്ദിമി താളങ്കൃത താളം മലർ തുടിച്ചുപിടിയോഗം ഇമ്പമുള്ള അതിശയമാകും ഇരു ചെങ്കലിൽ കവർന്ന പൊട്ടയ വട്ട സുറുമ കണ്ണൽ കൊഞ്ചിച്ചരിച്ച വെട്ടും നോക്കും പൊൻപവിഴമിചുണ്ടും മുത്തണിവത്ത വിധം പല്ലും അമ്പുടെ കനവർന്ന പോക്കും മനം പൊങ്കിടും വീണ വലിയ കരശങ്കും നാടിക്കും നീ സംകൃത ധ്വനി രസവാക്കും ഇമ്പക്കറ കഴുത്തും കരണക്കണ്ണു ചൊരുത്തിട്ട് എമ്പീടും മഹുർവീതിക്കൊരു മച്ചപ്പ് കവുത്തിട്ട് സമ്പ്രദായമോ കുഞ്ഞിക്കിണ്ണമ വെട്ടം ചുറ്റിട്ട് സാരസക്കണി ഉർമാമുടെ മോമലയും ഒത്തിട്ടേ ജപ്പാനേ പള്ളും കൊക്കുടമോ ചെറിയാതെ നിപ്പാനേ കരമെപ്പൊളി മെപ്പൊടി കപ്പിലമെപ്പിടി കൊൽപ്പാനേ കൊത്തിയാലെ കമ്മല്ലിളകിട്ടും ചുട്ട വളുപ്പ മസുപത്ത പത്രമോ വയം വട്ടത്തറിയത് അറ്റിട്ടൊരു പിടി തകതകജം തങ്കത്താത്തിങ്കിണ കൃതി കീട സംസരിതം ഇല്ലത്താകതിമി തളങ്കൃത ചുണ്ടുമൃതം സ്വട്ടത്താലമില്ല പല ധ്വനി കളിച്ചിരി കുള്ളലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ ഇംകൃതത്തിമികിടമേളം തകനന്തരി സരിഗമ തക്കിടജത്തിങ്കിണ ഇന്ദിമി തളങ്കൃത താളും സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ ഇംകൃതത്തിമികിടമേളം തകനന്തരി സരിഗമ തക്കിടജത്തിങ്കിണ ഇന്ദിമി താളങ്കൃത താളും സംകൃത പമകരി തങ്കത്തുങ്കത്തിങ്കിണ ഇംകൃതത്തിമികിടമേളം തകനന്തരി സരിഗമ തക്കിടജത്തിങ്കിണ ഇന്ദിമി താളങ്കൃത താളും ഇന്ദിമി താളങ്കൃത താളും ഇന്ദിമി താളങ്കൃത താളും ഇന്ദിമി താളങ്കൃത താളും
ഖബറാണ് മുന്നിൽ യാത്രയ്ക്കു നേരമായി അസ്റായിലെത്തുന്നേ. എന്നിനി കൽബ് പിടച്ചാലും ഖേദം നിറച്ചാലും എന്ത് ഫലം പൊന്നേ, എന്ത് ഫലം പൊന്നേ. ഖബറാണ് മുന്നിൽ യാത്രയ്ക്കു നേരമായി അസ്റായിലെത്തുന്നേ. എന്നിനി കൽബ് പിടച്ചാലും ഖേദം നിറച്ചാലും എന്ത് ഫലം പൊന്നേ, എന്ത് ഫലം പൊന്നേ. ാൽ പിന്നെ തൗബ ഫലിക്കൂല. തൊണ്ടക്കുഴിയിൽ റൂഹ് തീയാൽ പിന്നെ തൗബ ഫലിക്കൂല. പാപങ്ങൾ മാത്രം വരവ് വച്ചോരല്ലേ ആശയ്ക്ക് വഴിയില്ല. പാപങ്ങൾ മാത്രം വരവ് വച്ചോരല്ലേ ആശയ്ക്ക് വഴിയില്ല, ആശയ്ക്ക് വഴിയില്ല. ഖബറാണ് മുന്നിൽ യാത്രയ്ക്കു നേരമായി അസ്റായിലെത്തുന്നേ. ഇന്നിനി കൽബ് പിടച്ചാലും ഖേദം നിറച്ചാലും എന്ത് ഫലം പൊന്നേ, എന്ത് ഫലം പൊന്നേ. റബ്ബിനെയോർത്തില്ല. ചോരത്തിളപ്പിൽ മതിക്കും കാലം റബ്ബിനെയോർത്തില്ല. ചോദിക്കും മുൻകർ നക്കീറിനോടുത്തരം നൽകാതെയൊക്കൂല. ചോദിക്കും മുൻകർ നക്കീറിനോടുത്തരം നൽകാതെയൊക്കൂല, നൽകാതെയൊക്കൂല. ഖബറാണ് മുന്നിൽ യാത്രയ്ക്കു നേരമായി അസ്റായിലെത്തുന്നേ. ഇന്നിനി കൽബ് പിടച്ചാലും ഖേദം നിറച്ചാലും എന്ത് ഫലം പൊന്നേ, എന്ത് ഫലം പൊന്നേ. ഖബറാണ് മുന്നിൽ യാത്രയ്ക്കു നേരമായി അസ്റായിലെത്തുന്നേ. ഇന്നിനി കൽബ് പിടച്ചാലും ഖേദം നിറച്ചാലും എന്ത് ഫലം പൊന്നേ, എന്ത് ഫലം പൊന്നേ. ഹരിയോ ഹരിയോ ഹരിയോ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യ
തൂനിഞ്ഞു മാണിക്യമലരായ ഭൂമി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി എൻ്റെ പേര് ഫൈസൽ എന്നാണ്. വീട് പട്ടാമ്പിയാണ്. ഞാൻ മുസ്തമാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗാനമേള ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല.
മൂടു ഖദീജ ചേർത്തും നടക്കൂ ഖദീജ വിട്ട് മൂടു ഖദീജ ചേർത്തും നടക്കൂ ഖദീജ പിടയ്ക്കുന്നതേ ശമിക്കാത്തതാഹം തളർത്തുന്നു ദേഹം വിറയ്ക്കുന്നു മേടി പിടയ്ക്കുന്നതേ ശമിക്കാത്തതാഹം തളർത്തുന്നു ദേഹം വന്ന് ഖുർആന്റെ നൂറ് അരമിൽ തെളിഞ്ഞോ ജിബ്രീൽ വന്ന് ഖുർആന്റെ നൂറ് അരമിൽ തെളിഞ്ഞോ പുതപ്പിട്ട് മൂടു ഖദീജ ചേർത്തും നനയ്ക്കൂ ഖദീജ അറിവിന്റെ നൂറേ അറിവിൻ നിലാവേ ഭയക്കേണ്ട തെല്ലും ഇലാഹുണ്ട് കൂടെ അറിവിന്റെ നൂറേ അറിവിൻ നിലാവേ ഭയക്കേണ്ട തെല്ലും ഇലാഹുണ്ട് കൂടെ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാകെ പടച്ചവനല്ലേ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാകെ പടച്ചവനല്ലേ പുതപ്പിട്ട് മൂടു ഖദീജ ചേർത്തും നനയ്ക്കൂ ഖദീജ പതിയുടെ ചാരേ കരം തോന്നുമല്ലേ ഹബീബായ മുത്ത് മഹദിയോടൊത്ത് പതിയുടെ ചാരേ കരം തോന്നുമല്ലേ ഹബീബായ മുത്ത് മഹദിയോടൊത്ത് കരുത്തുറ്റ വാക്ക് ശരഫായോർക്ക് കുളിർ കാറ്റ് നൽകി കിരണങ്ങൾ പുൽകി കരുത്തുറ്റ വാക്ക് ശരഫായോർക്ക് കുളിർ കാറ്റ് നൽകി കിരണങ്ങൾ പുൽകി പുതപ്പിട്ട് മൂടു ഖദീജ ചേർത്തും നനയ്ക്കൂ ഖദീജ പുതപ്പിട്ട് മൂടു ഖദീജ ചേർത്തും നനയ്ക്കൂ ഖദീജ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അകലോക കാരണമൊത്തൊളിയൊളിയറസൂലേ എന്നും ആദിചോതി പൂരണ വിത്തൊളിയറസൂലേ. അകലോക കാരണമൊത്തൊളിയൊളിയറസൂലേ എന്നും ആദിചോതി പൂരണ വിത്തൊളിയറസൂലേ. ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, വീര്യമുള്ള മനുഷ്യത്വം വേരറുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളി മാലേ. അകലോക കാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിചോതി പൂരണ വിത്തൊളി യാ റസൂലേ. അന്ധത എന്ന അഹങ്കാരം, അക്രമവും വ്യഭിചാരം, അന്ധസുഖി പരിഹാരം ആക്കി നാട്ടിൽ സത്യാചാരം കാട്ടി കലിമാ വിരലതു നീട്ടി വിജയ കൊടിയും നാട്ടി കറയറ്റ സൽഗുണമാർഗ റസൂലേ. അകലോക കാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിചോതി പൂരണ വിത്തൊളി യാ റസൂലേ. അന്ത്യലോക പ്രവാചക അമ്പിയാക്കളിൽ അജീബ വൻ പദവിയുള്ള താജുൽ അമ്പിയ മുസ്തഫ ത്വഹ വിട്ടേന്റെ ലോകൈക റഹ്മത്തെ ലോചനമണി മുത്തേന്റെ സർവോരിലും ഉന്നത സാക്ഷി റസൂലേ. അകലോക കാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിചോതി പൂരണ വിത്തൊളി യാ റസൂലേ. അകലോക കാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിചോതി പൂരണ വിത്തൊളി യാ റസൂലേ.